എം.ടിയുടെ രാഷ്ട്രീയ വിമർശനത്തിന് പിന്നാലെയുണ്ടായ വിവാദത്തിൽ പ്രതികരണവുമായി മന്ത്രി എം.പി. രാജേഷ് കൂടി രംഗത്തെത്തുന്നുണ്ട്. വ്യാഖ്യാനങ്ങൾക്ക് താനും തന്റെ പ്രസംഗവും ഉത്തരവാദിയല്ലെന്ന് എം.ടി തന്നെ പറഞ്ഞിട്ടുണ്ട്. 2003-ൽ എം.ടി എഴുതിയ ലേഖനമാണ് വേദിയിൽ പ്രസംഗിച്ചത്. അത് ഇന്നത്തെ സാഹചര്യങ്ങളോട് കോർത്തിണക്കേണ്ടതില്ല. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെ മാധ്യമങ്ങൾ സങ്കുചിതമായ താല്പര്യങ്ങൾക്ക് ഉപയോഗിക്കുകയാണെന്നും മന്ത്രി. ആ വ്യാഖ്യാനങ്ങൾക്ക് താനും തന്റെ പ്രസംഗവും ഉത്തരവാദിയല്ല എന്ന് എം.ടി തന്നെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല 20 കൊല്ലം മുമ്പ് എഴുതിയ ലേഖനമാണ് ചരിത്രപരമായ ഒരു ആവശ്യമെന്നത്. അതാണ് എം.ടി ഇന്നലെ അവതരിപ്പിച്ചത്. അപ്പോൾ വളരെ ഫിലോസഫിക്കലായി അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങളെ കേരളത്തിലെ മാധ്യമങ്ങൾ തങ്ങളുടെ സങ്കുചിത രാഷ്ട്രീയ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് വെട്ടിച്ചുരുക്കുകയും ദുരുപയോഗിക്കുകയുമാണ് ചെയ്തത്. 20 കൊല്ലം മുമ്പ് എഴുതിയ ലേഖനം ഇന്നത്തെ കേരളത്തിലെ സാഹചര്യത്തെ മുൻനിർത്തി അദ്ദേഹം പറഞ്ഞതാണ് എന്നെങ്ങനെയാണ് പറഞ്ഞത്? അത് ആ പറഞ്ഞതിന്റെ താല്പര്യം എന്താണ്? 2003-ൽ എഴുതിയതാണല്ലോ, എം.ടി എഴുതിയ ലേഖനമാണ്. പിന്നെ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ എം.ടിയെ പിന്തുണച്ച് രംഗത്ത് വന്ന ആളുകൾ ആരെല്ലാന്ന് നമ്മൾ കണ്ടു. എം.ടിക്ക് പാകിസ്ഥാനിലേക്ക് ടിക്കറ്റ് എടുത്തു കൊടുത്ത ആളുകളൊക്കെയാണ് ഇപ്പോൾ എം.ടിയുടെ പിന്തുണക്കാരായിട്ട് രംഗത്ത് വന്നിട്ടുള്ളത്. അപ്പൊ അദ്ദേഹം എം.ടി തന്നെ പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം അതിന് ഉത്തരവാദിയല്ല ഈ വ്യാഖ്യാനങ്ങൾക്കൊന്നും എന്ന്. നല്ല മലയാളത്തിലാണ് ഞാൻ പറഞ്ഞത് എന്നും എം.ടി കൂട്ടിച്ചേർത്ത്